മണിക്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത ഡ്രൈവേഴ്സിന്റെയും തൊഴിലാളികളുടെയും പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 19ാമത് ക്രിസ്തുമസ് സന്ധ്യ ഡിസംബർ 23-ന് ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ മണിക്കടവ് ടൗണിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മണിക്കടവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത ഡ്രൈവേഴ്സിന്റെയും തൊഴിലാളികളുടെയും പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 18 വർഷമായി മണിക്കടവ് ടൗണിൽ നടന്നു വരുന്ന ക്രിസ്മസ് സന്ധ്യ, ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇത് 19ാമത്തെ പ്രാവശ്യം 2025 ഡിസംബർ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണി മുതൽ മണിക്കടവ് ടൗണിൽ ആഘോഷിക്കുകയാണ്. നല്ല കടകളെല്ലാം നല്ല അലങ്കാരങ്ങൾ ചെയ്ത് നല്ല കരോളും സാംസ്കാരിക സമ്മേളനവും ഗാനമേള അടക്കമുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കടകൾ നന്നായി അലങ്കരിക്കുന്ന ആളുകൾക്ക് 3 സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഒന്നാം സമ്മാനം കൊടുക്കുന്നത് GMBC മണിക്കടവ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ട്രോഫിയും ലെജൻഡർ ട്രാവൽസ് മണിക്കടവ് കൊടുക്കുന്ന 5001 രൂപ ക്യാഷ് പ്രൈസും, രണ്ടാം സമ്മാനമായി കൊടുക്കുന്നത് കീർത്തന ഇലക്ട്രിക്കൽസ് മണിക്കടവ് നൽകുന്ന ട്രോഫിയും KK കൂട്ടായ്മ മണിക്കടവ് നൽകുന്ന 3001 രൂപ ക്യാഷ് പ്രൈസും, മൂന്നാം സമ്മാനമായി കൊടുക്കുന്നത് ഏഞ്ചൽ കാറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് മണിക്കടവ് നൽകുന്ന ട്രോഫിയും ഓട്ടോ ഡ്രൈവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് മണിക്കടവ് കൊടുക്കുന്ന 2001 രൂപ ക്യാഷ് അവാർഡുമാണ്. അതിനുശേഷം മണിക്കടവിൽ 6 മണിയോടുകൂടി തന്നെ ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കും. കരോള് ഉദ്ഘാടനം പുൽക്കൂടിൻ്റെ സമീപത്തു നിന്നാണ് ആരംഭിക്കുന്നത്. അത് മണിക്കടവ് ഫൊറോണപ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ്ഫിൻ ഈറ്റക്കിലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം വാദ്യമേളങ്ങളോടും വർണ്ണപ്പൗട്ടോടും കൂടിയുള്ള ടൗണിന് ചുറ്റിയുള്ള കരോളായിരിക്കും ഉണ്ടാവുക. അതിന് ശേഷം ഒരു 7:30 സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. അതിൽ സ്വാഗതം പറയുന്നത് ശ്രീ സന്തോഷ് ആക്കിമാട്ടയിലാണ്. അധ്യക്ഷനായി ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റാണ് വരിക. നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇരിക്കൂറിൻ്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫാണ്. ക്രിസ്മസ് സന്ദേശം നൽകുന്നത് മണിക്കടവ് ഫൊറോന പള്ളിയുടെ വികാരി ഫാദർ പൈസ് പടിഞ്ഞാറേ മുറിയിലാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 22ാം വാർഡ് മെമ്പർമാരും പിന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മണിക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഷാജു OV, സംഘാടക സമിതിയുടെ കൺവീനർ ശ്രീ ജോർജ് വലരിയിൽ എന്നിവർ ആശംസകൾ അർപ്പിക്കും. അതിനുശേഷം കോഴിക്കോട് സാരംഗ് അവതരിപ്പിക്കുന്ന ഗാനമേളയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് ഇതിൻ്റെ കമ്മിറ്റികളെല്ലാം കൂടിയപ്പോൾ ഇതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്താൻ ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പം സമ്മാന കൂപ്പണുകൾ അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 250 രൂപയുടെ സമ്മാന കൂപ്പണാണ് അടിച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവരും സ്പോൺസറാണ് ചെയ്തിരിക്കുന്നത്. സമ്മാനങ്ങൾ 25 സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഈ ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീനും, രണ്ടാം സമ്മാനം വാക്യൂം ക്ലീനറും, മൂന്നാം സമ്മാനം ടേബിൾ ഫാനും, 15ാം സമ്മാനം സ്മാർട്ട് വാച്ചും, 25ാം സമ്മാനം നമുക്ക് സീലിംഗ് ഫാനും അടക്കം ഒരുപാട് സമ്മാനങ്ങൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 18-ാം തീയതി ഞായറാഴ്ച ഒരു 7-8 ടീമായിട്ട് മണിക്കടവിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ എല്ലാവരുടെയും വീടുകളിൽ പോയി എല്ലാവരെയും നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു. എല്ലാവരും ഞങ്ങളോട് നല്ല രീതിയിലാണ് സഹകരിച്ചത്. അപ്പോൾ എല്ലാ പരിപാടികളെല്ലാം റെഡിയായി വരികയാണ്. ഇതിൻ്റെ 2025 ഡിസംബർ 23 ചൊവ്വാഴ്ച വൈകുന്നേരം 6 മണിക്ക് മണിക്കടവിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. ഒരു ദേശീയ ഉത്സവമായിട്ടാണ് മണിക്കടവിലെ ക്രിസ്മസ് സന്ധ്യയെ ജനങ്ങൾ കാണുന്നത്. ജനത്തിൻ്റെ നിർലോഭമായ സഹകരണവും അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന ആൾക്കാരും ചുമട്ടുതൊഴിലാളികളും അതുപോലെ നാട്ടിലുള്ള എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ടാണ് ഇന്ന് ഈ കഴിഞ്ഞ 18 വർഷക്കാലം ഞങ്ങൾ ഇവിടെ നിർത്തിയത്. അതിന് നേതൃത്വം നൽകുന്നത് കൂടുതലും ഈ അങ്ങാടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. ജനത്തിൻ്റെ നിർലോഭമായ സഹകരണമുണ്ട്, ജനം സഹകരിക്കുന്നുണ്ട്. ജനത്തിന് വലിയ ഒരു മണിക്കടവ് തിരുനാൾ കഴിഞ്ഞാൽ ഒരു ഉത്സവമായിട്ടാണ് മണിക്കടവിലെ ക്രിസ്മസ് സന്ധ്യയെ കാണുന്നത്. എല്ലാവരും സഹകരണവും സഹായവും സഹകരണങ്ങളും പ്രതീക്ഷിക്കുകയും അവരെല്ലാവരും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.